നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല. ഇന്നലെ ഉറങ്ങിയപ്പോൾ 12 മണിയായി. കാരണം ഉറങ്ങാൻ പോവേണ്ട സമയമെല്ലാം കുഞ്ഞിപ്പെണ്ണ് ഉണർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഉണർന്നിരിക്കുന്ന കാണുമ്പോൾ നമുക്കും പോകാൻ തോന്നിയില്ല. അങ്ങനെ 12 മണിയായി പോയി കിടന്നപ്പോഴേക്കും രാവിലെ തന്നെ എഴുന്നേക്കുകയും ചെയ്തു. എഴുന്നേറ്റ് വന്ന പാടെ ഞാൻ ആദ്യം ഡോറ് തുറന്നിട്ട് ചോദിച്ചു, കുഞ്ഞ് ഉറങ്ങി ഒന്നര രാത്രി എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കയറിപ്പോയതിൻ്റെ ഞാനും വേദന ഉണ്ടായിരുന്നു കേട്ടോ. കയറിപ്പോയതിൻ്റെ പുറകെ ആളും എഴുന്നേറ്റു എന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവരും ഭ്രാന്തന്മാരെ പോലെയും ഭ്രാന്തികളെ പോലെയാണ് ഈ വീട്ടിലിപ്പോൾ നടക്കുന്നത്. എല്ലാവർക്കും ഇപ്പം 10 കൈയാണ് കേട്ടോ. ഈ വീട്ടിൽ 100 ജോലികൾ ഒരു വ്യക്തി തന്നെ 100 ജോലികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ആർക്കും ഫോണ് കാണാൻ സമയമില്ല, കഴിക്കാൻ സമയമില്ല, വെള്ളം കുടിക്കാൻ പോലും സമയമില്ല. ഞാൻ എൻ്റെ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് വെച്ചാൽ സാധാരണ 3-4 മണിയാകുമ്പോൾ ആ വെള്ളം തീരുന്നതാണ്. ഇതിപ്പോൾ രാത്രി 10 മണിയായാലും വെള്ളം അതുപോലെ ഇരിപ്പുണ്ട് കേട്ടോ. അതിന് പോലും ഇവിടെ ഒരു മനുഷ്യർക്കും നേരം കിട്ടുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് സീരിയലില്ലാത്തൊരു ജീവിതമില്ല, സീരിയലും ഇല്ല. അതുപോലെ സ്വർണ്ണമിടാത്തൊരു ജീവിതം എൻ്റെ അമ്മയ്ക്കില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ കഴുത്തിൽ സ്വർണം പോലും ഇപ്പോൾ ഇല്ല. അത് വേറൊന്നുമില്ല, കുഞ്ഞിൻ്റെ ദേഹത്ത് കയറിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അഴിച്ചു വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും ആകെ കൂടി മാറിപ്പോയി കേട്ടോ. സത്യം മുഖത്തൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ക്ഷീണവും വയ്യായികയല്ല, ഉറക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും, പിന്നെ എന്താണ് പറയേണ്ട, എല്ലാം ജോലിഭാരം കൂടുതലും എല്ലാം കൂടി ആയപ്പോൾ എല്ലാവരും കൂടി കറങ്ങിക്കിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും വയ്യ. അങ്ങനെ അമ്മ എന്നോട് പറഞ്ഞു, അപ്പോൾ ഇന്ന് ബിരിയാണി വെക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് ഒന്നിനും വയ്യ, അല്ലെങ്കിൽ ഇവിടെ ബിരിയാണി വെക്കുന്നത് ഞാനാണ്, നീ ചെയ്തോളൂ എന്ന് ചോദിച്ചിട്ട് സാധാരണ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വച്ചൊക്കെ തരാറാണ് പതിവ്. എന്നെ ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് അമ്മയ്ക്ക് ഒന്നിനും വയ്യ, പിന്നെ ഞാൻ തന്നെ വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിട്ട് വയ്ക്കാൻ നിന്നതാണ്. കുഞ്ഞ് കൈമ റൈസില്ല കേട്ടോ. ഞാൻ ബിരിയാണി എപ്പോഴും കൈമ റൈസിലാണ് വയ്ക്കുന്നത്. ചീമയ്ക്ക് ഹൈദരാബാദി ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സാധനം ഹൈദരാബാദിൽ പോയി കഴിച്ച ശേഷം ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ കിട്ടുന്ന ഹൈദരാബാദി ബിരിയാണി നല്ലതാണ്. അപ്പോൾ ചീമ ഇരുന്നിട്ട് പറഞ്ഞു എങ്കിൽ പിന്നെ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെ യൂട്യൂബ് ഫുൾ അരിച്ച് പറക്കി നോക്കിയപ്പോൾ നല്ല റെസിപ്പീസ് എല്ലാം കൊള്ളാം. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഹൈദരാബാദി ഭയങ്കര ഈസി എന്നല്ല, മറ്റ് ചിക്കൻ ബിരിയാണി വെക്കുന്നതിനെക്കാട്ടി കുറച്ച് ഈസി ആയിട്ട് തോന്നി. പിന്നെ അമ്മ സവോള എല്ലാം വറുത്തൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേ ബി അതുകൊണ്ടാവും അത്ര ഈസി ആയിട്ട് തോന്നിയത്. അതൊക്കെ വറുക്കണമെങ്കിൽ കുറച്ച് പണി തന്നെയായിരുന്നു. വറുത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് ഹൈദരാബാദി ബിരിയാണി. അങ്ങനെ ചിക്കനൊക്കെ സ്ലോ കുക്ക് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അങ്ങനെ സ്ലോ കുക്ക് ചെയ്ത ചിക്കനൊക്കെ റെഡിയായിട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബിരിയാണി റെഡിയായപ്പോൾ അമ്മ എഴുന്നേറ്റ് വന്നെങ്കിലും അമ്മയ്ക്ക് കിറുക്കം തന്നെ ഇട്ടില്ല. കഞ്ചാവൊക്കെ അടിച്ച് വെള്ളമൊക്കെ അടിച്ച് നടക്കുന്ന ആൾക്കാരെ പോലെ കിറങ്ങിയൊക്കെ നടപ്പുണ്ട്. അമ്മയ്ക്ക് വയ്യ, കാരണം കുഞ്ഞ് ജനിച്ച അന്ന് മുതൽ അമ്മയ്ക്ക് ഉറക്കമില്ല. ചീമയ്ക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷൻ ആട്ടോ. ഇങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ കുട്ടി ഇങ്ങനെ ഉറങ്ങാണ്ടൊക്കെ ഇരിക്കുമ്പോൾ കുഞ്ഞുറങ്ങുന്ന സമയത്ത് അവൾക്കോട്ട് ഉറങ്ങാനും പറ്റത്തില്ല. രാവിലെയൊക്കെ അങ്ങനെ കിടന്ന് ഉറങ്ങാനും പറ്റുന്നില്ല. എന്നിട്ട് ഉച്ച സമയത്ത് കുറച്ച് സമയമുള്ള കിടന്ന് ഉറങ്ങി കേട്ടോ. അമ്മയ്ക്കും അതെ, രാവിലെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി ഉറങ്ങാനും പറ്റുന്നില്ല, രാവിലെ ഉണർന്നിരിക്കുന്ന സമയം ഉറങ്ങാൻ നോക്കിയിട്ട് പറ്റുന്നുമില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ വെച്ച് കഴിച്ചു. സൂപ്പറായിരുന്നു ബിരിയാണി. പക്ഷെ ഉപ്പില്ലാണ്ടായിപ്പോയി കേട്ടോ. ഈ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. കൊള്ളായിരുന്നു, നല്ല ബിരിയാണിയായിരുന്നു. നമ്മളെപ്പോഴും മറ്റേ ദം ബിരിയാണിയൊക്കെ അല്ലേ കഴിക്കുന്നത്, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഹൈദരാബാദി ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അത് ഉപ്പ് നോക്കാൻ പറ്റില്ലേന്ന് ചോദിച്ചാൽ ചോറിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ പിന്നെ ഇളക്കി കൊടുക്കുകയൊന്നുമില്ല. ചിക്കനിലൊക്കെ ഉപ്പിട്ടിട്ട് റൈസ് പകുതി വേവിച്ച് അതിൻ്റെ മുകളിൽ ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചിക്കനിൽ ഉപ്പ് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് പറ്റിയതാട്ടോ. മിക്സ് ചെയ്തപ്പോൾ ഉപ്പ് ഒട്ടുമില്ല, വല്ലാണ്ടല്ല, ഒട്ടുമേ ഇല്ല. പിന്നെ എല്ലാവരും റൈസിൽ അല്ലാണ്ട് ഉപ്പ് സ്പ്രെഡ് ചെയ്ത് വിരവി കഴിച്ചു കേട്ടോ. അത്രയ്ക്ക് ഉപ്പില്ലാണ്ടായിപ്പോയി. പക്ഷേ ബിരിയാണി സൂപ്പറായിരുന്നു. ഇതിൻ്റെ റെസിപ്പി നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. എൻ്റെയൊക്കെ കോലം നോക്കി അങ്ങ് ഭ്രാന്തികളെ പോലെ വല്ലാതെ മുടിയൊക്കെ വലിച്ച് വാരി ഒന്ന് ചീകി കെട്ടാനുള്ള സമയവും സാവകാശവും പോലും കിട്ടുന്നില്ല കേട്ടോ. കഴിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്, അത് ഞാൻ കണ്ടെത്തി കഴിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പണ്ട് പകൽ ഫുള്ള് ഉറക്കവും രാത്രി ഫുള്ള് ഉണർന്നിരിക്കലുമാണ് കുഞ്ഞിയുടെ പരിപാടിയെ. അങ്ങനെ കുഞ്ഞിയെ ഉറക്കി കിടത്തിയിട്ട് നമ്മളത് ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി ഇപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിപ്പൊന്നുമില്ല കേട്ടോ. 2 പേര് കഴിച്ചെണീക്കും, അടുത്ത 2 പേര് കഴിച്ചെണീക്കും. അങ്ങനെയാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. കാരണം ചീമയുടെ കുഞ്ഞിനോടൊപ്പം ഒരാൾ കൂടെ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ചീമയ്ക്ക് അങ്ങനെ എടുക്കാനും പിടിക്കാനൊന്നും അത്രയും എക്സ്പേർട്ട് ആയിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും ഞാനോ അമ്മയോ വേണം. നാളെ ഞാനങ്ങ് പോകുമ്പോൾ എന്ത് ചെയ്യുന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. അമ്മയ്ക്ക് എന്താവും ഏതാവും എന്നുള്ളൊരു ജോലിക്ക് ഒരാളെ നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലൊക്കെ ഉണ്ട്. നമുക്ക് വീട്ടിൽ നിൽക്കാനായിട്ട് ഒരാളെയാണ് നോക്കുന്നത്, അതിന് ആളെ കിട്ടുന്നില്ല. ഇത് വേറെ ഇല്ലാത്ത സമയത്ത് കുറേ ബ്രെഡിനെ എല്ലാം കൂടി എടുത്തിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുക കേട്ടോ.
ഈ എണ്ണയിൽ കളിക്കാൻ വേദ വിട്ടാൽ ശരിയാവില്ല. പിന്നെ ഞാൻ എഴുന്നേറ്റ് ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്ത് കൊടുക്കാമായിരുന്നു. പക്ഷേ സംഭവം കഴിച്ചപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഈ വിടുപ്പത് ജോലിയുടെ ഇടയ്ക്ക് ഇതുകൂടെയൊക്കെ ആകുമ്പോഴേ ദേഷ്യം വരും സത്യം പറഞ്ഞാൽ. എന്ന് പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കമൻറ്റും ഉണ്ടായിരുന്നു, ശ്രീകുട്ടിക്ക് അല്ലെങ്കിൽ വന്ന് നിന്നിട്ട് അങ്ങനെ കിടക്കുമല്ലോ, പോവാതെ വീട്ടിൽ കയറി എങ്ങനെ ഇരിക്കുമല്ലോ, ഇപ്പോൾ എന്താ വീട്ടിൽ വന്ന് 2 ദിവസം നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് അമ്മയെ ഹെൽപ്പ് ചെയ്ത് നിന്നാൽ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ജോലി എന്താണെന്ന് ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കറിയാവോ? നമ്മൾ ഒരു സമയം നമുക്കിവിടെ ഒരു മനുഷ്യർക്ക്, നമ്മൾ ഇത്രയും പേര് വീട്ടിലുണ്ടായിട്ട് ഒരു മനുഷ്യർക്ക് ഇരിക്കാനുള്ള സമയമോ നിൽക്കാനുള്ള സമയമോ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഒരു വ്യക്തിയെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് 100 കൂട്ടം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പല പല കാര്യങ്ങളും ചെയ്യുന്നുമുണ്ട്. അതിപ്പോൾ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ കമൻറ്റ് ഇട്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് അങ്ങനെ ഇട്ടതെന്നുള്ളത്. ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്നത് കണ്ടു, ഗർഭിണിയായ പെണ്ണിന് പുറത്തുനിന്ന് ആഹാരം വാങ്ങിക്കൊടുത്തു, വീട്ടിൽ വെച്ച് കൊടുത്തില്ല എന്ന്. അത് വീട്ടിൽ വെച്ച് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം പറ്റാത്തത് കൊണ്ടാണ് പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്തത്. അതൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ അങ്ങനെ ഇരുന്ന് കമൻറ്റ് ഇട്ടോളാം. ഇനിയിപ്പോൾ കുറേ എണ്ണം വന്നിട്ട് പറയും, അങ്ങനെ നിങ്ങൾ വീഡിയോ കാണിച്ചിട്ടില്ലേ കമൻറ്റ് ചെയ്തതെന്ന്. ഇതിനൊക്കെ എന്ത് മറുപടി പറയണം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. നമ്മൾ അനുഭവിക്കുന്ന വിഷമവും ദേഷ്യവും സങ്കടവും ഉറക്കമില്ലായ്മയും നമുക്കേ അറിയത്തുള്ളൂ. നമ്മുടെ ഉറക്കം പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം നമുക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് നമ്മളെ എല്ലാ രീതിയിലും ബാധിക്കും. അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല കേട്ടോ. അതാരും മനസ്സിലാക്കുന്നില്ല. അത് പോട്ടെ, എനിക്കും സത്യം ഉറക്കമില്ലാത്തതുകൊണ്ട് ദേഷ്യമൊക്കെ അങ്ങ് വന്നിട്ട് പാടില്ല കേട്ടോ. സോറി ഗൈസ്, ഞാൻ അല്പം എന്താ സാധനമായിപ്പോയി കേട്ടോ. ഡിപ്രഷൻ അങ്ങനെ ഇരുന്നപ്പോഴേക്കും എന്തേന്ന് കേട്ടോ, ഇത് ഭയങ്കര ഒരു മഴക്കാറൊക്കെ വന്ന് 2 ഡ്രോപ്പ് മഴയെല്ലാം പെയ്തിട്ട് മഴയും ആ പോക്ക് പോയിട്ടോ. ചൂടാണെങ്കിൽ ഇരിക്കാൻ പാടില്ല, കുഞ്ഞിന് അധികം തണുപ്പടിച്ചുകൂടും, അതുകൊണ്ട് AC ഇടാൻ പാടില്ല. അമ്മയും ചീമയും ഓട്ടമാണ് കേട്ടോ, പാവം. അങ്ങനെ ഇരുന്നപ്പോഴേക്കും അങ്കിളിതേ കുഞ്ഞെ കാണാനായിട്ട് വന്നു. ആൻറ്റിക്ക് എന്തോ വയ്യാന്ന് പറഞ്ഞിട്ട് ആൻറ്റി വന്നില്ല. അങ്കിൾ വന്നതിൻ്റെ പിറകെ മീനാക്ഷിയും ജിത്തുവും കൂടി വന്നായിരുന്നു കേട്ടോ. സച്ചിൻ്റെ ബ്രദറും വൈഫുമാണ്. അവരും വന്നു. കുറേ സമയം കുഞ്ഞിയൊക്കെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. സൺഡേ അല്ലേ, അപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ കുഞ്ഞ് അങ്ങനെ കിടന്ന് നമ്മളൊക്കെ വെറുതെ നോക്കിക്കൊണ്ട് കിടക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. കളിക്കാറൊക്കെ ആകുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് അങ്ങ് പോവും. സച്ചുവിൻ്റെ വീട്ടിലേക്ക് പോവുമല്ലോ, ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ അവളെ കൊണ്ട് അങ്ങ് പോവും. അപ്പോൾ പിന്നെ നമുക്ക് കളിക്കാൻ സമയമാകുമ്പോൾ കിട്ടത്തില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കണ്ടിന്യൂസ് കിട്ടും. വേദയ്ക്കാണെങ്കിൽ കുളിപ്പീരല്ല, ഇങ്ങനെ കളിപ്പിക്കലും കാര്യം പറച്ചിലും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തിലാട്ടോ വേദ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ 2 മാസം സ്കൂളില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കുമ്പോഴാണ് വേദയ്ക്ക് ഭയങ്കര വിഷമാവുന്നത് അല്ലേ. നമുക്കായാലും അതെ. ഞാനിപ്പോൾ നാളെ പോവും. അപ്പോൾ ഞാനും ആലോചിക്കും, കൊച്ചിനെ കാണാതെ തന്നെ ഇരിക്കാൻ പറ്റുമോ എന്തോ. ഇനി പോകുമ്പോൾ അറിയാം കേട്ടോ. നമുക്ക് എന്നും ഇപ്പോൾ വന്ന് നിൽക്കാനും പറ്റത്തില്ലല്ലോ. അവിടെയും പല പല കാര്യങ്ങളുണ്ട്. ഏട്ടൻ അവിടെ ഒറ്റയ്ക്കാട്ടോ. വൈകുന്നേരമൊക്കെ വരുമ്പോൾ മിക്കവാറും ഞാൻ ഫുഡ് ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അതൊക്കെ ഏട്ടൻ കഴിച്ചിട്ട് തന്നെ മാസങ്ങളും വർഷങ്ങളും ആവും കേട്ടോ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഫാമിലി ആയിട്ടൊക്കെ കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴും വന്ന് നിൽക്കൽ പറ്റത്തില്ല. വല്ലപ്പോഴൊക്കെ വരും പോവും, അങ്ങനെയൊക്കെ നിൽക്കാം. ഇനി ബുധനാഴ്ച അവൾക്ക് ചെക്കപ്പൊക്കെ ഉണ്ട്. അപ്പം അതും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്നിടയ്ക്ക് ഞാൻ വരും കേട്ടോ. എങ്കിലും 2 ദിവസം പോയി നിൽക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം. ഇത് വേദ ഭയങ്കര പ്രാക്ടീസ്. കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് അവരുടെ വക പ്രോഗ്രാം, വേദയുടെ ഫ്രണ്ട്സിൻ്റെ വക ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അതെവിടെ എന്തുണ്ടെങ്കിലും അവരുടെ ഫ്രണ്ട്സും ഒരു ഡാൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ അനൗൺസ് ചെയ്യുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇനി നൂലുകെട്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. കുഞ്ഞിനെ കാണണ്ടേ, കുഞ്ഞിൻ്റെ പേരറിയണ്ടേ, എല്ലാവരും വെയിറ്റിംഗ് ആണല്ലേ. അപ്പോൾ നൂലുകെട്ടിന് വേണ്ടി നമ്മൾ അടിച്ച് പൊളിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എൻ്റെ രൂപവും കോലവും ഭാവവും ഒക്കെ നോക്കിയ ഭ്രാന്തികളെ പോലെ ഇല്ലേന്ന്. ശരിക്കും ഇപ്പോൾ എൻ്റെ സ്വഭാവവും ഭ്രാന്തികളെ പോലെ കേട്ടോ. ഒന്ന് എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്നുള്ളൂ. പക്ഷേ കുഞ്ഞു ഉറങ്ങുന്ന സമയം നമുക്കൊട്ട് ഉറങ്ങാനും പറ്റത്തില്ല. അവളൊന്നിരിക്കുന്ന സമയം ഉറങ്ങാനും തോന്നും കേട്ടോ. അതാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരുടെയും അവസ്ഥ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം കഴിയാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. നാളെ നമ്മൾ നമ്മുടെ വീട്ടിൽ പോവും. വീട്ടിൽ പോയിട്ട് നാളെ എനിക്ക് കുറച്ച് ചെറിയ പരിപാടികൾ എനിക്കും വേദയ്ക്കും ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് മറ്റന്നാളും കുറച്ച് പരിപാടി കഴിഞ്ഞ് ഇവിടെ വീണ്ടും വരാം.